എന്നോട് പ്രതികാരം ചെയ്യാനാണ് അവൻ അത് ചെയ്തത്. ആ പയ്യന് എന്നെ ഇഷ്ടമായിരുന്നത്രേ. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് ജാസ്മിൻ സൈന സൗത്ത് പ്ലസ് ഇന്റർവ്യൂവിൽ കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. താൻ വളരെ ഏറെ വിശ്വസിച്ചിരുന്ന ആള് തന്നെയാണ് എന്നെ ചതിച്ചത് എന്ന് ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ തുറന്ന് പറയുന്നു. താൻ സ്നേഹിച്ചവരാണ് തന്നെ തിരിഞ്ഞു കൊത്തിയതെന്നാണ് ജാസ്മിൻ പറയുന്നത്. എന്തായാലും ഒരു യൂട്യൂബ് ബ്ലോഗർക്കെതിരെയാണ് ജാസ്മിന്റെ ഈ പരാമർശം. പേര് പറയാതെയാണ് ജാസ്മിൻ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ബിഗ് ബോസ് തുടങ്ങി ആദ്യ നാളുകളിൽ ജാസ്മിന്റെ മാതാപിതാക്കളുടെ അഭിമുഖം തന്റെ ചാനലിലൂടെ ഈ ബ്ലോഗർ പങ്കിട്ടിരുന്നു. എന്നാൽ പിന്നീട് ജാസ്മിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന വീഡിയോകളായിരുന്നു ഇയാളുടെ ചാനലിൽ പങ്കിട്ടത്. മാത്രമല്ല, ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ അമീർ എന്ന യുവാവും ഈ ചാനലിലൂടെ പ്രതികരിച്ചിരുന്നു. ജാസ്മിൻ പറയുന്നത് ഇങ്ങനെ: അവനെ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചാണ് ഞാൻ പോയത്. എൻ്റെ സഹോദരനെ പോലെയാണ് ഞാൻ അവനെ കണ്ടത്. എൻ്റെ വീട്ടിൽ വന്ന് ലാപ്ടോപ്പ് തുറന്ന് എല്ലാം എടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവനുണ്ടായിരുന്നു. ആ വ്യക്തിയാണ് തന്നോട് ഇത്രയൊക്കെ കാണിച്ചത്. ഈ ജീവിതത്തിൽ ഞാൻ ഇത്രയും വെറുത്തൊരു വേറെ മനുഷ്യനില്ല. ഞാൻ അത്രയും വിശ്വസിച്ച ഒരാളായിരുന്നു അവൻ. എൻ്റെ ഒരു സഹോദരനെ പോലെയാണ് ഞാൻ കണ്ടത്. അവൻ ആദ്യം എന്നെ പിന്തുണച്ചതിന് കാരണം ഞാൻ ഏൽപ്പിച്ച് പോയതാണല്ലോ എന്നോർത്തിട്ടായിരിക്കണം. പെട്ടെന്ന് എതിർത്താൽ വലിയ നെഗറ്റീവ് ആയേക്കുമല്ലോ. ഞാൻ അയാളെ ഒരു തലത്തിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ഈ പയ്യൻ പലരോടും പറഞ്ഞതായി ഞാൻ അറിഞ്ഞത്, ഞാൻ അവനോട് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നുവെന്നാണ്. അവൻ എന്നോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് മറ്റു ചിലർ പറഞ്ഞതായും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ജാസ്മിനെ വളക്കണമെന്ന് അവൻ പറഞ്ഞിരുന്നത്രേ. ഞാൻ മുൻപെന്നോ അവനോട് പറഞ്ഞിരുന്നു പോലും, നിനക്ക് ഇത്രയും ഫോളോവേഴ്സ് കുറവാണോ എന്ന്. അങ്ങനെ ഞാൻ ഒരിക്കലും പരിഹസിക്കുന്ന ആളല്ല. ഇതൊക്കെ കൊണ്ട് പ്രതികാരം ചെയ്യണമെന്ന രീതിയിൽ 2-3 യൂട്യൂബേഴ്സിനോടും കുറച്ച് ബ്ലോഗേഴ്സിനോടും പറഞ്ഞതായി ബിഗ് ബോസിന് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഞാൻ ജനിച്ച വർഷം മുതലുള്ള എൻ്റെ കാര്യം ചികഞ്ഞ് തപ്പി പിടിച്ചു വരുന്ന ആളുകളും ഉണ്ട് എന്നും ജാസ്മിൻ സൈന സൗത്ത് പ്ലസ് ഇന്റർവ്യൂവിൽ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.